നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കളിമൺ പ്രതിമ എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കളിമൺ പ്രതിമ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? ഗുരുവായൂരിലുള്ള മരപ്രഭു പ്രതിമയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കളിമൺ പ്രതിമ ഗുരുവായൂരിലുള്ള മരപ്രഭു പ്രതിമയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് നട തുറക്കുന്ന ക്ഷേത്രം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഏഴരപ്പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ഏറ്റുമാനൂരാണ്. എന്താണ്? ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ ശിവക്ഷേത്രമാണ്. ഏറ്റുമാനൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള ക്ഷേത്രം, കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള ക്ഷേത്രം ഏതാണ്? ചെങ്കൽ മഹേശ്വരം ക്ഷേത്രമാണ്. ചെങ്കൽ മഹേശ്വരം ക്ഷേത്രം അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ ഒരേ ഒരു പാർത്ഥസാരഥി ക്ഷേത്രം ഏതാണെന്നറിയാമോ? മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട് കേട്ടോ. മുതുവിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ വീട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വർഷത്തിൽ 12 ദിവസം മാത്രം നടതുറപ്പുള്ള ക്ഷേത്രം ഏതാണ്? തിരുവൈരാണിക്കുളം ശിവപാർവതി ക്ഷേത്രമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ആലുവ എറണാകുളം ജില്ലയിലാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. അതുപോലെ വർഷത്തിൽ ഒരു ദിവസം മാത്രം ഭക്തർക്ക് ദർശനം ലഭിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്, മംഗളാദേവി ക്ഷേത്രം. അത് ചിത്രാപൂർണിമ ദിവസം, വർഷത്തെ ചിത്രാപൂർണിമ ഉത്സവം കൊണ്ടാടുന്ന ക്ഷേത്രം കൂടിയാണിത്, മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കിയിലാണ്. മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മംഗളാദേവി ക്ഷേത്രം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇടുക്കിയിലാണ്. ഒരു ചിത്രാപൂർണിമ ഉത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്, മംഗളാദേവി ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത്. അതുപോലെ കേരളത്തിലെ ഒരേ ഒരു സീതാദേവി ക്ഷേത്രം ഏതാണെന്നറിയാമോ? പുൽപ്പള്ളി. ഏതാണ്? പുൽപ്പള്ളിയാണ്. അതുപോലെ പുൽപ്പള്ളിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നറിയാമോ? പാപനാശിനിയാണ്. ഏതാണ്?